മലപ്പുറം ചട്ടിപ്പറമ്പിലെ ഈ വീട്ടിലാണ് പ്രസവത്തിനിടെ യുവതി മരിച്ചത്. പിന്നീട് ആ മരണവിവരം ആരെയും അറിയിക്കാതെ അവരുടെ സ്വന്തം നാടായിട്ടുള്ള പെരുമ്പാവൂരിലേക്ക് ഭർത്താവ് സിറാജുദ്ദീൻ ഈ മൃതദേഹവും ഒപ്പം തന്നെ നവജാത ശിശുവിനെയുമായി പോവുകയായിരുന്നു. ഇപ്പോൾ ഈ വീടിന്റെ ഉടമയായിട്ടുള്ള ചേരുന്നുണ്ട്. എന്തായിരുന്നു പേരെന്തായിരുന്നു? എൻ്റെ പേര് സൈനുദ്ദീൻ. അപ്പോൾ എത്ര നാളായി ഇവർക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട്? ഇവർക്ക് ഏകദേശം ഒരു 1.5 വർഷം പോലെ ആയിട്ടുണ്ട് വാടക കൊടുത്തിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ എന്തായിരുന്നു അദ്ദേഹത്തിന് ജോലി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന വിവരം വൈദ്യനാണ്, അക്യുപങ്ചർ ചികിത്സ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ എന്തായിരുന്നു എന്നറിയാമോ? അങ്ങനെ ഒരു വിവരങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. വൈദ്യനാണെന്നുള്ള വിവരം. മൂപ്പര് കാസർഗോഡ് ഭാഗത്തോടെ ഒരു പള്ളിയിൽ ജോലി ചെയ്യണമെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പിന്നെ മൂപ്പര് ഈ മടവൂർ കാഫില എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് മൂപ്പർക്ക്. അങ്ങനെ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ജോലി ഈ പ്രാസംഗികനെ കൈക്കാണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള വിവരങ്ങൾ. ഇങ്ങനെ ഒരു വിവരം നമ്മുടെ കയ്യിലില്ല. ഈ യുവതി പിന്നെ ഗർഭിണിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ മറ്റു വിവരങ്ങളൊക്കെ നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നോ? നിങ്ങൾക്ക് അറിയില്ല, നമ്മളറിയില്ല. നമുക്ക് കാരണം ഇപ്പം ഇന്ന് രാവിലെയാണ് നമ്മൾ ഈ വിവരം അറിയുന്നത്. രാവിലെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചാണ് ഇങ്ങനെ ഒരു മരണ വാർത്ത കേൾക്കുന്നുണ്ട്, നിങ്ങൾ വാടക കൊടുത്ത വീട്ടിൽ ഈ അറിഞ്ഞിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ മൂപ്പരെ വിളിച്ചു. അപ്പം മൂപ്പര് ഫോൺ എടുക്കണില്ല. പിന്നെ അതിന് ശേഷം ഞങ്ങളിങ്ങനെ മലപ്പുറം നമ്മുടെ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഒരു മരണമാകുമ്പോൾ ഇവിടെ നമ്മൾ അറിയില്ല എന്തായാലും. മൂപ്പര് ഫോൺ എടുക്കണമില്ല, വേറെ ആരും ബന്ധപ്പെടാൻ പറ്റിയില്ലേനും. അങ്ങനെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ പിന്നെ എനിക്ക് വിളിച്ചു. അപ്പോൾ തന്നെ രാവിലെ ഒരു 6 മണി 7 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ അപ്പോൾ സമയം. വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മരണ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിളിക്കണത്, നിങ്ങളിങ്ങനത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ സ്ത്രീയെ ഇങ്ങനെ മരിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടില്ല എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു നിങ്ങൾ ഏത് സ്റ്റേഷൻ പരിധിയിൽ വെച്ചു? മലപ്പുറം സ്റ്റേഷൻ പരിധിയാണ് പറഞ്ഞു. എന്നാൽ മൂപ്പര് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. നാട്ടിലൊന്നും ഇവർ മറ്റാരുമായിട്ട് ഒരു സൗഹൃദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മൂപ്പര് ആലപ്പുഴക്കാരനാണ്. മൂപ്പര് ഇവിടെ വന്ന് താമസാക്കുന്നല്ല. മൂപ്പര് രാവിലെ പോകും, മൂപ്പര് ജോലിയുമായി ബന്ധപ്പെട്ട് പോകുന്നു. എന്താ ജോലി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് തന്നെ മൂപ്പര് അവിടെ കാസർഗോഡ് ഭാഗത്ത് ഏതോ പള്ളിയിൽ എന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പൊ മൂപ്പര് നമ്മൾ കാണുന്നത് ഇവിടുന്ന് കാസർഗോഡിലേക്ക് പോകുന്നതാണോ? അല്ല, മൂപ്പര് ഇവിടെ കോഴിക്കോട് അവിടെ ഇവിടേക്ക് ഈ പ്രാസംഗികനായിക്കാണ്ട് ഓരോ വേദിയിൽ ക്ലാസ് എടുക്കാൻ അങ്ങനെ പോകുന്ന ഒരാളാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ മൂപ്പര് അവിടെ ഇവിടെയൊക്കെ പോകണേ. നമ്മൾ പിന്നെ മൂപ്പര് യൂട്യൂബ് ചാനലിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. പിന്നെ നമ്മൾ ദിവസം എന്ന് പറഞ്ഞ മതി നമ്മൾ രാവിലെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മൂപ്പരെ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്ന സമയത്തൊക്കെ മൂപ്പര് നമ്മൾ കാണും, ചിരിക്കും, സംസാരിക്കും സ്വാഭാവികമായിട്ടുള്ള. പിന്നെ എന്തെങ്കിലും മൂപ്പർക്കൂടെ വല്ല മെയിൻ്റനൻസ് വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടും, നമ്മൾ വന്ന് ചെയ്ത് കൊടുക്കും. ഈ വീട്ടിലെ ഭാര്യയും ഭർത്താവും അല്ലാതെ മറ്റാരെങ്കിലും താമസം ഉണ്ടായിരുന്നോ? ഇപ്പൊ 5 മക്കളുണ്ടെന്ന് പറയുന്നുണ്ട്. 5 മക്കൾ 5 ഉണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ അറിയേണ്ടത്. 5ാമത്തെ കുട്ടിയാണ് ഇപ്പോൾ ഈ പ്രസവിച്ചതെന്ന് പറഞ്ഞു. അത് നമ്മളിപ്പോൾ അറിയണത്. പിന്നെ ഓരോ ഉമ്മയും വാപ്പ ഉണ്ടായിരുന്നു പ്രായമായ. മൂപ്പരൊക്കെ ഞാൻ ഇവിടെ വരുന്ന സമയത്തൊക്കെ മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നോമ്പിന് കുറച്ച് മുമ്പ് ഞാൻ ഇവിടെ വന്നു. ഇവിടെ നാളികേരം വെട്ടാൻ വേണ്ടി വന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് മൂപ്പര്. പ്രായമായവരുപ്പുണ്ട്, പിന്നെ ഒരു ഉമ്മയുണ്ട്. അവരൊക്കെ ഉണ്ടാലുണ്ട് ഇവിടെ. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ഇല്ല എന്നൊക്കെ ഇന്നിപ്പോൾ രാവിലെയാണ് ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പോൾ ഒരുപാട് നോമ്പ് വേഷം ഇവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. ഇവിടെ പുറത്തു വരത്തിൽ പറയുന്നത് കേട്ടോ, നമുക്കറിയില്ല അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ. പിന്നെ മൂപ്പര ഫോണിൽ രാവിലെ ഞാൻ 2-3 പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടിയിട്ടില്ല ആളെ. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യൂല്ലോ. അതെ, അതായത് നാട്ടുകാർക്ക് അപ്പോൾ വലിയൊരു വ്യക്തത ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. കാരണം ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് തന്നെ ഈ വീടിന്റെ ഉടമയായിട്ടുള്ള സൈനുദ്ദീൻ അറിയുന്നത്. അപ്പോൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.